നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ഒരു ഇൻട്രോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇൻട്രോ എടുത്ത ആ ഒരു ക്ലിപ്പ് കാണാനില്ല. ഇനി ഞാൻ റെക്കോർഡ് ഓണാക്കാൻ മറന്നതാണോ, ഇനി അത് നഷ്ടപ്പെട്ടു പോയതാണോ എന്നറിയില്ല. എന്തായാലും ഇൻട്രോ ക്ലിപ്പില്ല. അപ്പോൾ ഞാനിന്ന് ഇതിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. മഴയുള്ളൊരു സമയമാണ് മലാവിയിൽ. അപ്പോൾ മഴേൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടൊരു കുഞ്ഞൊരു വ്ളോഗ് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് പതിവ് പോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞാൻ സാധാ പുട്ടുണ്ടാക്കാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ മലാവിയിൽ മാമ്പഴക്കാലമൊക്കെ ആയതുകൊണ്ട് കുറേ മാങ്ങ കിട്ടാനുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ മലാവിയിൽ കിട്ടുന്നത്. വെറൈറ്റി മാങ്ങകൾ കിട്ടും കേട്ടോ. നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റുന്ന കുറച്ച് നാരുകളുള്ള കുഞ്ഞു മാങ്ങ കിട്ടും. അതുപോലെ വെറും കഴമ്പ് എന്ന് പറയില്ലേ, എന്താ പറയുക, ഒരുപാട് അതായത് ചെറിയ കുഞ്ഞ് മാങ്ങാൻ്റെയും ബാക്കി മൊത്തം മാങ്ങ കഴിക്കാൻ പറ്റുന്ന ഒരു സൈസുള്ള മാങ്ങ ഉണ്ടാവുമല്ലോ, നല്ല വലുപ്പമുള്ള അങ്ങനത്തെ മാങ്ങ കിട്ടും. അങ്ങനെ പല വെറൈറ്റി മാങ്ങ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ അടുത്ത് കുറച്ച് മാങ്ങ ഉണ്ടായതുകൊണ്ട് അരുണേട്ടൻ ആ മാങ്ങ കണ്ടപ്പോൾ അപ്പോൾ എന്താ പറയുക, സാധാരണ പുട്ട് വേണ്ട, മാങ്ങ അരച്ചിട്ട് അത് ഈ പുട്ടിൽ മിക്സ് ചെയ്തിട്ടുള്ള പുട്ട് മതി എന്നാണ് അരുണേട്ടൻ പറയുന്നത്. ഞാനാണെങ്കിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പറഞ്ഞതല്ലേ എന്നാൽ ട്രൈ ചെയ്ത് നോക്കാനും. പക്ഷേ ട്രൈ ചെയ്തു, കുറച്ചും കൂടി അധികം മാങ്ങ വേണമായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടോ. കാരണം നമ്മളെടുക്കുന്ന പൊടീൻ്റെ അത്രയ്ക്കല്ല, എന്നാലും കുറച്ചും കൂടി മാങ്ങ ഞാൻ ഉപയോഗിച്ച ക്വാണ്ടിറ്റിനെക്കാട്ടിലും മാങ്ങ വേണമെന്ന് തോന്നി. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലൈറ്റ് മഞ്ഞ കളറിലുള്ളൊരു പുട്ട് ലാസ്റ്റ് ഉണ്ടാക്കി കിട്ടും. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് പുട്ടാണ്. സാധാരണ ഞാൻ വീഡിയോസിൽ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് പുട്ടും മാമ്പഴവും കഴിക്കുന്നത്. അതായത് മാമ്പഴം പുട്ടിൻ്റെ മാവിൽ മിക്സ് ചെയ്യാതെ പുട്ടുണ്ടാക്കിയതിന് ശേഷം ഈ പുട്ടിൻ്റെ കൂടെ മാങ്ങ കൂട്ടി കഴിക്കുന്നത് ഞാൻ പല റീൽസിലും വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി പുട്ടുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പുട്ടാണ്. അപ്പോൾ പുട്ടൊക്കെ ചുട്ട് വരട്ടെ കേട്ടോ ഞാൻ രാവിലത്തെ. അപ്പോൾ ഈ പുട്ടിൻ്റെ ഇടയിൽ ഒരുപാട് തേങ്ങ വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ ഈ തേങ്ങയൊക്കെ മാറ്റി വെക്കുന്ന ഒരാളാണ്. പക്ഷേ അരുണേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുട്ടൊക്കെ ചുട്ടു. ഇത് വലിയ കുറ്റിയായിട്ടൊന്നും കിട്ടില്ല, ഇങ്ങനെ ഞാൻ മുറിച്ചാണ് അത് പുറത്തേക്ക് മുറിഞ്ഞാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ മാമ്പഴപ്പുട്ടിന് കറിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നല്ല പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 2 പേർക്കും പാൽ കുടിച്ചാൽ കഫക്കെട്ട് വരുന്നത് കൊണ്ട് പാൽപ്പൊടി ഇട്ടിട്ടുള്ള പാൽ ചായയാണ് ഉണ്ടാക്കിയത്. സാധാരണ നല്ല ചൂടുള്ള പുട്ടും കട്ടൻ ചായയൊക്കെ നല്ല കോമ്പിനേഷനാണല്ലോ, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമുണ്ട്. അത് അതിൻ്റെ കൂട്ടത്തിലൊരു പപ്പടം കൂടി ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ പപ്പടം നമ്മുടെ അടുത്ത് ഇല്ല. നാട്ടിലത്തെ പപ്പടമൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണെങ്കിലും നമുക്ക് പപ്പടം കിട്ടും, പക്ഷേ അത് നോർത്ത് ഇന്ത്യൻ പപ്പടമാണ്. നമ്മുടെ പപ്പടത്തിൻ്റെ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പുട്ടും ചായയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ പുറത്ത് ഭയങ്കര മഴ കേട്ടോ. മലാവിയിലെ മഴ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് അതൊന്നും ചെയ്യാതിരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള മഴയായിരുന്നു കേട്ടോ പെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ മലാവിയിൽ ആരും പ്രതീക്ഷിക്കാത്ത അത്ര മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ, ഡാമിൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ നല്ല മഴയാണ്. എല്ലായിടത്തും മഴയുണ്ട്, പക്ഷെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത്. ഞാനെന്തായാലും മുൻകൂട്ടി മഴ കണ്ടിട്ട് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നിടത്തേക്ക് ചെറിയൊരു ഷീറ്റൊക്കെ വെച്ച് ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടാക്കിയിരുന്നു. കാരണം അത് പെട്ടെന്ന് ചീറ്റാലൊക്കെ ഉള്ളിലേക്ക് അടിക്കുമെന്ന് വെച്ചിട്ട്. അതുപോലെ അലക്കണ കല്ലിൻ്റെ അവിടെ, തങ്കുവിൻ്റെ കൂടിൻ്റെ അവിടെ ഒക്കെ ഓരോ ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മഴ എത്രത്തോളം വരും, എങ്ങനെ വരും ഒന്നും അറിയാത്തതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഷീറ്റുകളൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു ഷെഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷെഡ് ഉണ്ടാക്കിയിട്ട് ഉപകാരം എന്ന് പറയുന്നത് ചീറ്റാലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും വരാതിരിക്കാൻ കുറച്ചൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നനയുന്ന സ്ഥലമൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ തങ്കുവിൻ്റെ കൂടിന് നല്ല ഉപകാരമായിരുന്നു കേട്ടോ ആ മഴയല്ല ആ ഷീറ്റും ഇതൊക്കെ ഉണ്ടാക്കിയത്.
അപ്പോൾ രാവിലത്തെ മഴയൊക്കെ കഴിഞ്ഞ് അത് നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് കുറച്ച് നിത്യവഴുതനയൊക്കെ പറിച്ചു കൊണ്ടുവന്നു കേട്ടോ. നിത്യവഴുതനേൻ്റെ ആ കുരുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പച്ചഭാഗം മാത്രമാണ് എടുക്കുന്നത്. ചിലപ്പോൾ ഈ ഭാഗം തന്നെ ആയിരിക്കില്ല എടുക്കുക, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഞാൻ ഈ പച്ചഭാഗം മാത്രമായിട്ട് എടുക്കാറുള്ളത്. ആ കുരുള്ള ഭാഗം ഇടുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ, അതായത് ആ കുരുവിൻ്റെ ചിലതൊക്കെ പെട്ടെന്ന് മൂത്തതും ഉണ്ടാവുമല്ലോ. ഞാൻ പിന്നെ എല്ലാം മൂത്തതാണോ ഉള്ളതാണോ അങ്ങനെയൊന്നും നോക്കാതെ എല്ലാം കൂടെ പറിച്ചിട്ടാണ് വെക്കാറ്. കുറേ പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചയിളാവണ സമയത്ത് നമ്മളിത് പറിച്ചെടുക്കണമെന്ന്. അതേപോലെ തന്നെ 2-3 പയറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പയറും ഈ ഒരു നിത്യവഴുതനയും അതുപോലെ തന്നെ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. ഗ്രീൻ അല്ല, വയലറ്റ് കളറുള്ള വഴുതന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പറിച്ചിട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചത്തേക്ക്. ഇവിടെ ഒരുപാട് നിത്യവഴുതന ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മഴ അടഞ്ഞു പിടിച്ചാൽ അതൊക്കെ ചീഞ്ഞ് പോകാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഉണ്ടാവുന്നത്തോളം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. പിന്നെ പറിക്കാൻ പറ്റുന്നിടത്തോളം പച്ചക്കറിയൊക്കെ പറിച്ചു എടുക്കുന്നുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടുത്തെ ചെടികളൊക്കെ നന്നായിട്ടുണ്ടാവുമെങ്കിലും കുറച്ചധികം മഴ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ വഴിയേയുള്ള വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അതേ ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങളെ വെറുതെ ഇരിക്കുകയല്ലേ, ഇവിടെ ആണെങ്കിൽ ഒരു പച്ചമാങ്ങ ഇരിക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഉണർന്ന് വന്ന് മാങ്ങയൊക്കെ പോകുന്നുണ്ട്. ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് നമുക്ക് സമയം കിട്ടാറില്ലല്ലേ ആയിരുന്നേട്ടാ? സമയം കിട്ടിയപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ആകെ കാടൊക്കെ പൊന്തിക്കുക. കാരണം ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇവിടുത്തെ പുല്ലൊക്കെ ചടയെന്നെണ്ണങ്ങാണ്ട് അങ്ങോട്ട് ചാടി എണീക്കണ പോലെയാണല്ലേ. എത്ര പെട്ടെന്ന് വലുതാവുക. ഇതതിൻ്റെ കൃഷിയിടത്തിൽ ഇറങ്ങണല്ലേ നമുക്ക്. കൃഷി ഇറങ്ങിയിട്ടേ കുറച്ച് പണിയുണ്ട്. കുറേ ഈച്ച കുത്തുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് ചൊരക്കൊക്കെ ഉണ്ട്. ചരങ്ങ എന്നൊക്കെ പറയും. ആ സണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഈച്ച കുത്തിയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി മാങ്ങേൻ്റെ കൂടെ മലാവിയത്തെ കാണിച്ച ശരി മുറിക്കാൻ കാണിക്കാൻ കണ്ടോ. ഈ ചുമപ്പ് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇത് പഴുത്തതാണെന്ന്. പക്ഷേ ഇത് പച്ച, നല്ല കട്ടപ്പച്ച, നല്ല മധുരമാണ് കേട്ടോ. ഒരു ചെറിയൊരു കട്ടില്ലാത്തൊരു എന്താ പറയുക മാങ്ങാണ്ടി മാത്രമേ ഇതിനുള്ളൂ. ബാക്കി മൊത്തം മാങ്ങേൻ്റെ പഴുപ്പുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ പഴുത്താലാണ് കാണാൻ രസമാണ്, തിന്നാൻ രസമാണ്, അതിൻ്റെ സ്മെല്ലും രസമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പച്ചയായിട്ടിരിക്കുകയാണ്. നല്ല പച്ച മാങ്ങ ഉപ്പിൽ കൂടിയാണ് തിന്നാം. അടിപൊളിയോ. ആൾക്കാരെ ഭയങ്കര ആക്റ്റീവാണ് അത്രേ സ്കൂളിൻ്റെ അവിടെ. മണൽ പോലൊക്കെ ആയിട്ട് ഇവിടെ പുഴയിൽ മണൽ വരുന്നു. നമ്മുടെ സെക്കൻഡ് സ്കൂളിൽ പണിയെടുക്കുന്ന കാര്യം പറഞ്ഞല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മീറ്റിംഗ് വിളിച്ചു. പെട്ടെന്ന് പണി കഴിക്കുമ്പോഴല്ലോ ഞെട്ടിക്കുളം AP സ്കൂളിൽ അമ്മച്ചീൻ്റെ കടയുണ്ട്. അമ്മച്ചീൻ്റെ കടയിൽ നിന്ന് ഞാൻ മാങ്ങയും ഒക്കെ ഉപ്പിലിട്ട മാങ്ങ കിട്ടും. അങ്ങനത്തെ ഒരു മുളക് പൊടിയും തരും. മുളകും ഉപ്പും കൂടെ മിക്സ് ചെയ്തത്. ആ ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ്. അതിനായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞതെന്ന് പറയാം, നമ്മളിവിടെ സ്കൂൾ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ, അവിടുത്തെ ബ്രിക്ലെയർ വിളിച്ചതാണ്. ആൾക്കാരൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. കഴിഞ്ഞ മലാവിഡാറിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ വലിയ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ 51ഓളം വില്ലേജിലെ ചീഫുമാർ പങ്കെടുത്തൊരു വലിയ മീറ്റിംഗ്. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ പങ്കാളിത്തം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വേണം നമുക്ക്. കാരണം ഫിനാൻഷ്യലി നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. കാരണം നമുക്ക് ആ സ്കൂൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ള ബില്ലുകൾ തീർക്കാൻ വേണ്ടി നമുക്ക് നിങ്ങളുടെ വില്ലേജുകാരെ സപ്പോർട്ട് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന, നമ്മൾക്ക് ലോക്കലി കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാതെ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ മണൽ, പുഴയിൽ നിന്ന് കോരുന്ന മണൽ, അത് ആളുകളെല്ലാം കൂടി മണൽ പുഴയിൽ കോരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക ആൾക്കാർ എങ്ങനെയാണ് പിന്നെ അത് ആക്റ്റീവായിരിക്കുന്നത്. കാരണം സ്കൂളിൽ നിന്നുള്ള സാധനം ബിൽഡിംഗ് പൊന്തി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഒരു വിശ്വാസമായി ഇത്രയും മനോഹരമായ സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ ആളുകളെല്ലാം കൂടി ഇപ്പോൾ മണൽ കോരും. ഇവിടെ നമ്മുടെ ഈ വണ്ടി പോണോടാ നമുക്ക് പോയോക്കാം കാണാൻ. മാങ്ങാഴ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങ. ഇത് ഇങ്ങനെ ഒരു വേറെ ടേസ്റ്റ് ഉണ്ട് അല്ലേ?
ആ ഉച്ചയ്ക്ക് വന്ന വെയിലൊക്കെ പോയിട്ടോ. ഞാനും ഒരു മാങ്ങയൊക്കെ കഴിച്ച് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഇതേ കാർമേഘമെല്ലാം ഇരുണ്ട് കൂടി വരുന്നുണ്ട്. ഇവിടെ എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാനേ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കത്തില്ല. പെയ്യണത് കുറച്ച് നേരം നല്ല ശക്തമായിട്ട് പെയ്യും, എന്നിട്ട് അങ്ങ് നിൽക്കും കേട്ടോ. പിന്നെ നല്ലൊരു വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ വെയിൽ വന്നപ്പോൾ മഴ പെയ്ത സ്ഥലമാണെന്ന് നമുക്ക് കാണാൻ പോലും പറ്റണില്ല. അപ്പോൾ അന്നത്തെ കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഇങ്ങനെ കാർമേഘം മൂടി നിന്നതുകൊണ്ട് ഞാൻ അന്ന് വീഡിയോ എടുക്കുന്നത് നിർത്തിയിട്ടോ. പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് കൃഷീൻ്റെയൊക്കെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ മഴ ഇല്ലാത്തപ്പോഴല്ലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ മഴ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഞാനും ഏട്ടനും പുറത്തിറങ്ങിയപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ എന്താ പറയുക മുരിങ്ങ ഉണ്ടായത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മരമാണിത്. അതിലെ മുരിങ്ങയൊക്കെ കുറേ മൂത്തും ഒക്കെ പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ കമ്പൊക്കെ വെട്ടിയിടാന്ന്. കുറച്ച് മുരിങ്ങ, നല്ല മുരിങ്ങ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക, ബാക്കിയുള്ള കമ്പൊക്കെ വെട്ടിയിടുകയാണെങ്കിൽ നല്ല ഇലകളൊക്കെ വരുമല്ലോ. പിന്നെ ഒരുപാട് ഹൈറ്റിലേക്ക് ഇത് പൊന്തി വിടണ്ടെന്നും വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെ അതിൻ്റെ പണിയിലാണ് ഇപ്പോൾ നമ്മൾ. ഇവിടെ ഒരു കൊമ്പുണ്ട്, എന്താ ഒന്നല്ല രണ്ട് കൊമ്പുണ്ട്. മൂത്ത് പോയില്ലേ മുരിങ്ങക്കായ, വേറൊരു കളറും ആയിപ്പോയി മഴയിലൊന്നും. ഈ കമ്പ് അതൊക്കെ ഇങ്ങോട്ടേക്ക് തെറിച്ച് വരും. ആ മതി. കഴിഞ്ഞോ? കത്തി വളഞ്ഞല്ലോ. അപ്പോൾ ആ മുരിങ്ങയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്ത് നോക്കിയപ്പോൾ അതേ പാഷൻ ഫ്രൂട്ടിലൊക്കെ കുറേ പൂക്കൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പിള്ളച്ചേട്ടൻ ഞങ്ങൾ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കുറേ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ട് വെപ്പിച്ചിട്ടുണ്ട്. പിള്ളച്ചേട്ടൻ വലിയ ഗാർഡൻ ഉണ്ട് കേട്ടോ. ഭയങ്കര പച്ചക്കറിയും വാഴ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പിള്ളച്ചേട്ടൻ കൊണ്ടുവന്നുള്ള വിത്ത് മുളപ്പിച്ചിട്ട് കുറേ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. അതാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കുറച്ച് പയറുണ്ടായിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് എല്ലാം കുറേ ഇങ്ങനെ ചീഞ്ഞൊക്കെ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പയർ നമുക്ക് പറിച്ചേക്കാം, തോരനൊക്കെ ഉണ്ടാക്കാം. ഇതിൽ വെച്ചാൽ മൂത്ത് പോവും. 1-2 തോരൻ വെക്കാനുള്ളതൊക്കെ കിട്ടുമായിരിക്കും. ഇത്രകാലം ഇല ഉണ്ടായിരുന്ന പയററിയോ, എല്ലാം പ്രാണികൾ വന്ന് തിന്നു പോയി ഇലയൊക്കെ. അല്ലെങ്കിൽ നല്ല പയറിൻ്റെ തോരനൊക്കെ വെക്കണം. ഇതങ്ങനെ ഈ 2 പയറാണ് ആകെപ്പാടെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിത്തിലുണ്ടായത് കേട്ടോ. ഇതിൻ്റെ കുറച്ച് മുടിയൊക്കെ ഇവിടെ നിറച്ചിട്ടുണ്ട്, അതൊക്കെ കാണാം കേട്ടോ. ചെറുപ്പത്തിലുള്ള മരമാണ്, ഞാൻ എല്ലാവരും ചോദിക്കും. ചെറുപ്പത്തിലുള്ളതാണ്, വലുതായപ്പോൾ കുറച്ചും കൂടി കൂടി. ഞാൻ മൈലാഞ്ചിയൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇട്ടിട്ട് കുറച്ചായി. നല്ല നീട്ടുള്ള പയറാണ്. മഴയായപ്പോൾ പൊന്തിയതാണ്, ഇല്ല ഇത് കിട്ടൂല. പ്രാണികൾ ഉണ്ടോ, പ്രാണി എത്തിയതുണ്ടോ, ഒന്നും അങ്ങോട്ട് എടുക്കാൻ സമ്മതിക്കില്ല. ശരിക്കും പയർ ഇങ്ങനെ വട്ടത്തിൽ തിരിച്ചിട്ടാട്ട് എടുക്കുക. ഞാൻ പയർ വറക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കർഷകർ കണ്ടു, നല്ല നീട്ടുണ്ട്. മതിയില്ലേ? 2 മൂട് പയർ ചെടിയിൽ നിന്ന് കിട്ടിയ പയറായിട്ട് നമുക്ക് നല്ല വലുതായത് മാത്രം പറിച്ചാൽ മതി, ബാക്കി അവിടെ
കീടങ്ങൾക്ക് തിന്നേണ്ട ആവശ്യമുള്ള ഓല് തിന്നതിൻ്റെ ബാക്കിയുള്ളൂ നമുക്ക്. ഓലും ജീവിക്കട്ടെ. കുറച്ച് ജീവനം കുറച്ച് കൂടുതലാണ്. ഓല് കിട്ടിയില്ല എന്നുള്ളത് പരാതി വേണ്ട, ജീവിക്കാനല്ലേ ഓൽക്കും. കുറേ പോയിട്ടുണ്ട് കേട്ടോ വേറായിട്ട്. കഴിഞ്ഞു തൽക്കാലത്തേക്കുള്ളതായി, 2-3 ദിവസത്തേക്കുള്ളതായി. പിന്നെ നല്ല പയർ കഴിക്കാം. പക്ഷേ ഒരു മരുന്ന് പോലും അടിക്കാതെ കേട്ടോ. കീടങ്ങളൊക്കെ ആക്രമിച്ച് ആൾക്കാർ അവർ കഴിച്ചു പോയി. ഇല മൊത്തം പോയത് പുതിയ ഇലയാണ് വന്നത്. നമ്മുടെ ചന്ദ്രപ്പയർ കൊത്തോ അപ്പം അതെ ഞങ്ങൾ പറഞ്ഞല്ലേ കീടങ്ങളെ ആക്രമിച്ചെല്ലാം പോകുന്നതെന്ന് കണ്ടോ. കുമ്പളങ്ങയോ? എനിക്ക് തോന്നുന്നത് ചെറിയ കുമ്പളങ്ങയാണെന്ന്, കുമ്പളങ്ങയാണ്, നെയ്ക്കുമ്പളാണെന്ന്. അത് പോയി. പിന്നെ ഇതിന്റെ വള്ളി തന്നെ പോകുന്നുണ്ട് മഴ പെയ്തിട്ട്. നിത്യവേദന പോയി. നിത്യവേദന എല്ലാം പോയിട്ടോ മഴ പെയ്തിട്ട്. ഞങ്ങളതിന് വിത്ത് അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, ഉണ്ടാവാനുണ്ടാട്ടെ വെച്ചിട്ട്. നല്ല തഴച്ച് വളർന്ന നമ്മുടെ ചുരക്ക ചീഞ്ഞു ഉണങ്ങിപ്പോയി മഴ അടഞ്ഞു പെയ്തിട്ടേ. അതുപോലെ തന്നെ മഴ പെയ്തിട്ട് നമ്മളെ വെള്ളരീന്റെ വള്ളിയൊക്കെ പോയില്ലായിരുന്നേടാ. നല്ല പഴുത്തുപോയി, കേടാണ്. അത് വേണ്ട, കുറെ പൊട്ടിച്ചിട്ട് അതിന്റെ വിത്തിടാലോ എവിടെയെങ്കിലുമൊക്കെ. നമ്മളവിടെ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, കാച്ചിലൊക്കെ വള്ളിയേറി. പാഷൻ ഫ്രൂട്ടിനെ കാണാനില്ല ഇവിടെ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉള്ള വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.